പരസ്പരം ഇട്ട് പോയി ഇറക്കാനും പറ്റൂല, അവർക്ക് സെയിലും ഇല്ല, അവരിറക്കലും നിർത്തി. ഓരോ രാജ്യങ്ങളും നിർത്തും. എന്നിട്ട് പരസ്പരം താരിഫിട്ടിട്ട് അവരവരെ സാധനങ്ങൾക്ക് വിലയും കുറച്ച് വെച്ചിട്ട് വരുന്ന സാധനങ്ങൾക്ക് റേറ്റും കൂട്ടിയിടും. അപ്പൊ പരസ്പരം ഒരു സഹകരണവും നടക്കൂല. അപകടം കാത്തിരിക്കുകയാണ് എന്റെ പ്രിയ പ്രേക്ഷകരെ, വമ്പൻ അപകടം കാത്തിരിക്കുകയാണ്. സൂക്ഷിക്കുക. ഈ ടാക്സ് എന്ന് പറയുന്ന സംവിധാനം ഒരു പരിധിക്കപ്പുറം പോകാൻ പാടില്ല. ഒരു പരിധിക്കപ്പുറം. കാശുള്ളവന്റെ എത്ര വേണോ ടാക്സ് എടുക്കാം. 30, 40, 50, 500 എടുക്കാം. പക്ഷെ ഇവിടെ ടാക്സ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ആരെയെന്നാണ്? വെറും കാശില്ലാത്തവന്റെ നമ്മളെ നാട്ടില്. വേറെ ഡെയിലി ഒരു 1000, 1200 രൂപയ്ക്ക് ജോലി ചെയ്യണവന് കൊണ്ടുവന്ന് 600 രൂപ മദ്യശാലയിൽ കൊടുക്കും. ആ സാധനത്തിന്റെ വില 60 രൂപ. 500 രൂപ ടാക്സ് എടുക്കും. എന്തൊരു ആഭാസമാണെന്ന് നോക്കണേ. എന്നിട്ട് അത് നമ്മളെ നാട്ടില്. എന്നിട്ട് ഇവിടെ നിന്നൊരു സാധനം ഉണ്ടാക്കിയിട്ട് പരസ്പരം നമ്മൾ ടാക്സ് വെക്കുന്നുണ്ട്. അമേരിക്കയിൽ കയറ്റി അയക്കാൻ പറ്റൂല, സ്കോട്ട്ലൻഡിൽ അയക്കാൻ പറ്റൂല, ചൈനയിൽ അയക്കാൻ പറ്റൂല. പരസ്പര സഹകരണമില്ല ടാക്സ് കയറ്റി വെക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാം നമ്മൾ പരസ്പരം കൊടുക്കൽ വാങ്ങൽ നിന്ന് വിൽക്കൊണ്ടിരിക്കും. അവരവർക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇറക്കുള്ളൂ. ആ നാട്ടിൽ ഉത്പാദനം കൂടുതലുള്ളത് റേറ്റ് കുറച്ചിട്ട് വിൽക്കാം. അവർക്ക് വിൽക്കാമല്ലോ, കയറ്റി അയക്കുന്നില്ലല്ലോ. എല്ലാവരും അവരുടെ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷൻ നോക്കും. അങ്ങനെ വരുമ്പോ ഇതെല്ലാം ചെന്ന് നിൽക്കണം. നിങ്ങൾ ആലോചിക്കണം, ഓരോ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഉള്ളവനെ അല്ല ഇത് ചെന്ന് ബാധിക്കണതെല്ലാം മിഡിൽ ക്ലാസ്സിൽ നിന്ന് താഴെ നിൽക്കുന്ന പാവം കർഷക കുടുംബങ്ങളെയാണ്. കർഷക കുടുംബങ്ങളെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് തകരുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ കൊടുക്കൽ വാങ്ങലില്ല. ഇവരെ കയ്യിൽ കാശ് വരുമ്പോഴാണ് ഇവര് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവർ പർച്ചേസ് ചെയ്യണത്. വല്ല ടി വി വാങ്ങണതും, ഫ്രിഡ്ജ് വാങ്ങണതും, പിന്നെ വളം വാങ്ങണതും. വളം അടക്കം നിൽക്കും. പ്രൊഡക്ഷനിലേക്ക് വളം കച്ചവടം, വളം പോകില്ലല്ലോ. വളം പോകാതിരുന്ന യൂറിയ പോലെയുള്ള ആർട്ടിഫിഷ്യൽ കെമിക്കൽ എല്ലാം നിൽക്കും. എല്ലാ മേഖലയും തകർന്ന് തരിപ്പണാവും, കൂട്ടിച്ചോറാവും ഈ പോക്ക് പോയാ. ഞാൻ അപകടം പറയാണ്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു സ്ഥാപനങ്ങളും കൂട്ടാവുള്ളതല്ല. പരസ്പര ടാക്സുകൾ വെട്ടിക്കുറയ്ക്കണം. കേരള ഗവൺമെന്റ് ഒക്കെ തലയ്ക്ക് ബോധത്തോടെ ചിന്തിക്കണം. കേരള ഗവൺമെന്റ് ഒക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ മദ്യത്തിന്റെ ടാക്സ് ഒക്കെ 30% കൊണ്ടുവരണം. പെട്രോളിന്റെ ടാക്സ് വെറും 30% കൊണ്ടുവരണം. പിന്നെ എല്ലാ മേഖലയിലും അനാവശ്യ ടാക്സുകൾ വയ്ക്കാൻ പാടില്ല. നിങ്ങൾ നിയമം തെറ്റിക്കണവന്റെ പറ്റി അടിക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. തെറ്റിക്കണവന്റെ പേരിൽ അത് പക്ഷെ മര്യാദയ്ക്ക് വേണം ചെയ്യാം, അല്ല തോന്നിയ ദിവസമല്ല കാണിക്കേണ്ടത്. ആവശ്യമില്ലാത്ത മേഖലകളെല്ലാം തകർത്തിട്ട് ഓപ്പൺ മേഖല സൃഷ്ടിക്കണം. ഓപ്പൺ മേഖല സൃഷ്ടിച്ചിട്ട് യുവാക്കൾക്കൊക്കെ വരുമാനം കൂട്ടേണ്ട വഴി നോക്കണം പുതിയ ജനറേഷന്. അതിനെല്ലാം പ്രൊഡക്ടിവിറ്റി കൂട്ടിയെന്ന് വൃത്തിയുള്ളൂ. അല്ലെ ടാക്സ് പിഴിഞ്ഞിട്ട് വല്ലവർക്കും കുറെ ജോലിക്കാരന്മാർക്ക് ശമ്പളം കൊടുത്തിട്ട് അവന്റെയൊക്കെ ജാട കാണിച്ചാൽ ഇതുപോലെ ഇരിക്കും. രാജ്യം തകർന്നു പോകും. നമ്മളെ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് നമ്മുടെ കേരളത്തിനെയും ബാധിക്കും. കാരണം ജോലി സാധ്യത എല്ലായിടും കുറയും. ഇവിടെ നിന്ന് പിള്ളേരെ പഠിച്ചിട്ട് വിദേശത്ത് പോയിരിക്കണം. അവിടെ പോയി എന്താ നീ പിണ്ണാക്ക് പറക്കൂ. അവിടെയൊക്കെ ഡിസ്റ്റിലറിയിലും മറ്റ് പാർസൽ സെന്ററിലൊക്കെയാണ് ഇവർ അധികം പേര് ജോലി ചെയ്യണത്. തൂക്കാമണോ ഡോക്ടർമാരുണ്ട്, പിന്നെ